നമസ്കാരം, TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. 300 കോടി ചെലവിൽ താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ടം 95 കോടി ചെലവഴിച്ച് പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിനായി താനൂർ നഗരസഭയിൽ 30 സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്തതായി മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂമിദാന സമ്മതപത്രം തിങ്കളാഴ്ചക്കകം ഉടമസ്ഥർ സർക്കാരിന് കൈമാറുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടക്കലിൽ ആയുർവേദ സർവകലാശാല സ്ഥാപിക്കുന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒഴൂർ കുമ്പാര കോളനിയിലെ തലാപ്പിൽ രാജന്റെ കുടുംബത്തിന് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതിയുടെ കൈത്താങ്ങ്. സംഘടനയുടെ നേതൃത്വത്തിൽ വീട് വൈദ്യുതീകരിച്ചു നൽകും. ഇതിന്റെ ഭാഗമായി ഭാരവാഹികൾ വീട് സന്ദർശിച്ചു. വീടിന്റെ നിലവിലെ അവസ്ഥയിൽ തന്നെ വെളിച്ചമെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ ഇന്നും പരക്കെ മഴ പെയ്യും. 14 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം വരെ പെയ്ത മഴയിൽ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ പുഴകൾ കരകവിഞ്ഞു. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ താനൂർ നഗരസഭാ പരിധിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. പ്രധാന പാത ഒഴിച്ച് മറ്റു റോഡുകളെല്ലാം അടച്ചു. പോലീസ് പരിശോധന കർശനമാക്കി. പരിശോധനകളുടെ എണ്ണം കൂട്ടിയതായും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. വെന്നിയൂർ കാച്ചടിയിൽ വാഹനാപകടം. മരത്തിലിടിച്ച വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ താനൂർ ഫയർഫോഴ്സ് സംഘം പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പുലർച്ചെയാണ് അപകടം നടന്നത്. ജലാശയ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് താനൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ M രാജേന്ദ്രനാഥ് അറിയിച്ചു. നീന്തൽ, മുങ്ങൽ എന്നിവ അറിയാത്തവർ ജലാശയങ്ങളിൽ അശ്രദ്ധമായി ഇറങ്ങരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിറമത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VK ഷാഫി ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഭാഗമായാണ് ലൈബ്രറി തയ്യാറാക്കിയത്. ജില്ലയിൽ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 15 ലക്ഷത്തോടടുത്തു. 14,76,002 പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 4,20,350 പേരാണ് 2 ഡോസും സ്വീകരിച്ചത്. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ സെപ്റ്റംബറോടെ ആരംഭിക്കാനാകുമെന്ന് ഡൽഹി എയിംസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേറിയ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ ശൃംഖല തകർക്കാനുള്ള സുപ്രധാന നീക്കമാണ് വാക്സിനേഷനിൽ നിന്നും ഗുലേറിയ പറഞ്ഞു. ടോപ്പ് 10 ന്യൂസ് ഇതോടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.